Hello my dear students, so welcome back. In the moment of inertia then continue cheyana. So we will work out more problems. So first one, calculate the moment of inertia of the angle section having the dimensions as shown about the centroidal axis. നമുക്ക് question കിട്ടാൻ നേരത്ത് ഫസ്റ്റ് നോക്കേണ്ടത് moment of inertia ആണെങ്കിൽ ഏത് ആക്സിസ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് നോക്കുക ക്വസ്റ്റ്യനിൽ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് about centroidal axis ആണ്. So what is centroidal axis? The axis which passes through the centroid. Okay. സോ നമുക്ക് തന്നിരിക്കുന്നതിന് ഇപ്പോൾ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ സെൻട്രോയിഡ് അതായത് എക്സും വൈയും ഈ ഒരു സെക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക, എക്സ് ബാർ ആൻഡ് വൈ ബാർ ലൊക്കേറ്റ് ചെയ്യുക. സോ ആ ഒരു പോയിന്റിൽ കൂടെ ഇപ്പോൾ എക്സ് ബാറും വൈ ബാറും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് സെൻട്രോയിഡൽ ആക്സിസ്. സോ എക്സും വൈ ആക്സിസും കാണും. അതിന് നമ്മൾ സെൻട്രോയിഡൽ എക്സ് എക്സ് ആക്സിസ് എന്ന് പറയും, അതുപോലെ സെൻട്രോയിഡൽ വൈ വൈ ആക്സിസ് എന്നും പറയും. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് സെൻട്രോയിഡ് കണ്ടുപിടിക്കുക, സെൻട്രോയിഡ് കണ്ടുപിടിച്ചിട്ട് ആക്സിസ് മാർക്ക് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് സെൻട്രോയിഡ് ഇപ്പോൾ എവിടെയെങ്കിലും ആയിരിക്കും സെൻട്രോയിഡൽ ആക്സിസ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് 2 റീജിയൻസ് ഉണ്ട്. സോ ഈ ഓരോ റീജിയൻ്റെയും റെസ്പെക്റ്റീവ് സെൻട്രോയിഡ്സ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ b/2 അതുപോലെ d/2-ലായിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ്. അതുപോലെ ഈ ഒരു ഏരിയയുടെ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ d/2 b/2-ലായിരിക്കും ഇവിടുത്തെയും സെൻട്രോയിഡ്. സോ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് എക്സ് ബാർ ആൻഡ് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു ആംഗിൾ സെക്ഷൻ തന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആംഗിൾ സെക്ഷൻ എബൌട്ട് എക്സ് എക്സ് ആൻഡ് വൈ വൈ ആക്സിസ് എന്നായിരുന്നു ലാസ്റ്റ് പ്രോബ്ലത്തിൽ പഠിച്ചത്. അതായത് ഇവിടെ ഇങ്ങനെ എക്സ് ആക്സിസും അതുപോലെ വൈ വൈ ആക്സിസും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിന് എബൌട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. സോ നമുക്ക് സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. സോ വി ഹാവ് ടു ഡിവൈഡ് ദിസ് സെക്ഷൻ ഇൻ ടു ഡിഫറെൻറ്റ് ഏരിയാസ്, ജോമെട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇത് നമുക്ക് 2 റെക്റ്റാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഇനി ഇതിൻ്റെ ഈ ഏരിയാസ് രണ്ടും A1 A2 കാൽക്കുലേറ്റ് ചെയ്യുക. സോ A1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 × 2 വരും. അതുപോലെ A2 എന്ന് പറയുമ്പോൾ 2 × 8. A1 A2 കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് x1 x2 y1 y2 ആണ്. കാരണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. സോ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? എക്സ് ബാർ ഇസ് ഈക്വൽ ടു A1 x1 പ്ലസ് A2 x2 ഹോൾ ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. അതുപോലെ വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല A1 y1 പ്ലസ് A2 y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. സോ നമുക്ക് x1 x2 y1 y2 കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ x1 x2 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ഏരിയ ആണെങ്കിൽ, ഫസ്റ്റ് ഏരിയ ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് b/2 d/2-ലായിരിക്കും സെൻട്രോയിഡ് വരുന്നത്. സോ ഈ ഒരു പോയിന്റിലായിരിക്കും സെൻട്രോയിഡ് വരിക. അപ്പോൾ ഇതിൻ്റെ x1 എന്ന് വെച്ചാൽ ഈ ആക്സിസിൽ നിന്ന് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x1. സോ x1 ഇസ് 5 സെൻറ്റിമീറ്റർ അല്ലേ, 10/2, അതായത് b/2 ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് x1. ആൻഡ് y1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? d/2, ദറ്റ് ഇസ് 2/2 വിച്ച് ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അതേപോലെ x2 എന്ന് വെച്ചാൽ നമ്മളുടെ ഈ സെക്കൻഡ് ഏരിയയുടെ റെസ്പെക്റ്റീവ് സെൻട്രോയിഡ് ഇവിടെ വരും അല്ലേ, അതായത് b/2 d/2-ൽ വരും. സോ x1 എന്ന് പറയുമ്പോൾ b/2 ദറ്റ് ഇസ് 1 സെൻറ്റിമീറ്റർ. ആൻഡ് y2 എന്ന് പറയുമ്പോഴത്തേക്ക് y2 നമ്മൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം y2 നമ്മൾ എടുക്കുമ്പോൾ ബേസിൽ നിന്ന് വേണം എടുക്കാൻ. സോ ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതിൻ്റെ ഹാഫ് എന്ന് വെച്ചാൽ 4 വരും. സോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ കൂടെ 2 സെൻറ്റിമീറ്റർ കൂടെ ആഡ് ചെയ്യുക. സോ 4 + 2 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും.
ക്ലിയർ അല്ലേ? സോ നമുക്ക് x1 x2 കിട്ടി, y1 y2 കിട്ടി. സോ സെൻട്രോയിഡൽ ഇക്വേഷൻ, സെൻട്രോയിഡിൻ്റെ വാല്യൂവിലേക്ക് ഓക്കെ എക്സ് ബാർ ആൻഡ് വൈ ബാറിൻ്റെ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാറും വൈ ബാറും കിട്ടും. ഓക്കെ, സോ എക്സ് ബാറും വൈ ബാർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ G1 G2 റെസ്പെക്റ്റീവ് സെൻട്രോയിഡ്സ് ആണ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഹോൾ ആയിട്ടുള്ള സെൻട്രോയിഡാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് എൻറ്റയർ ഈ ഒരു റീജിയൻ്റെ സെൻട്രോയിഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ അതിനെന്താ ചെയ്യേണ്ടത്? എക്സ് ബാർ വൈ ബാർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ സെൻട്രോയിഡ് കിട്ടും. ഓക്കെ, സോ ഇതാണ് G. ക്ലിയർ? സോ ഇത് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്ന് വരും, ഇത് സെൻട്രോയിഡൽ വൈ ആക്സിസ്. ഓക്കെ, വെർട്ടിക്കൽ ആണെങ്കിൽ സെൻട്രോയിഡൽ വൈ ആക്സിസ്, ഇത് സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. ക്ലിയർ? ഓക്കെ, സോ ഫസ്റ്റ് കാൽക്കുലേറ്റ്, ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഡിസ്റ്റൻസ് ഓഫ് CG ഫ്രം എക്സ് ആൻഡ് വൈ ആക്സിസ്, അതായത് x1 x2 y1 y2 കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്ന് വെച്ചാൽ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാം എക്സ് ബാറിൻ്റെ ഇക്വേഷൻ a1 x1 + a2 x2 by a1 + a2 ആൻഡ് വൈ ബാറിൻ്റെ ഇക്വേഷൻ a1 y1 + a2 y2 by a1 + a2. സോ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എക്സ് ബാർ ആൻഡ് വൈ ബാർ കിട്ടും. ഓക്കെ, സോ എക്സ് ബാർ എന്ന് പറയുമ്പോൾ a1 x1 + a2 x2 by a1 + a2 ആൻഡ് വൈ ബാർ എന്ന് പറയുമ്പോൾ a1 y1 + a2 y2 by a1 + a2. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രോയിഡൽ ഡിസ്റ്റൻസസ് ആണ് കിട്ടിയത്, എക്സ് ബാറും വൈ ബാറും. സോ എക്സ് ബാർ ഇസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി സെൻട്രോയിഡ് ഫ്രം വൈ ആക്സിസ്. ഓക്കെ, സോ വൈ ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. ആൻഡ് എക്സ് ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. ഓക്കെ, ദാറ്റ് ഈസ് 3.22 സെൻറ്റിമീറ്റർ. സോ 3.67 അതുപോലെ 3.22 കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് അത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വി ഹാവ് ടു കാൽക്കുലേറ്റ്, ഫൈൻഡ് ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എനി ആക്സിസ്, അബൌട്ട് എനി ആക്സിസ് ദറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ പാരലൽ ആക്സിസ് തിയറി അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു റീജിയൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയാം, അതുപോലെ ഈ ഒരു പോർഷൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയാം. ഓക്കെ, അബൌട്ട് ദിസ് ആക്സിസ്, അതായത് G1 XX ആക്സിസിലെയും G2 XX ആക്സിസിലെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, സോ പാരലൽ ആക്സിസ് തിയറി അപ്ലൈ ചെയ്യാൻ നേരത്തെ എങ്ങനെ വരും? സോ IX, ദാറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് is equal to G1 XX. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് ഈ ഒരു ഇതിൻ്റെ റെസ്പെക്റ്റീവ് സെൻട്രോയിഡ്, ഫസ്റ്റ് ഏരിയയുടെ റെസ്പെക്റ്റീവ് സെൻട്രോയിഡ്, അതായത് G1 കൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസ്. സോ G1 XX പ്ലസ് A1 H1². ഓക്കെ, A1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് റീജിയൻ 1ൻ്റെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഏതാണ്? ഈ ആക്സിസും ഈ ആക്സിസും, ഈ രണ്ട് പാരലൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതേപോലെ അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? രണ്ട് ആക്സിസ് ഉണ്ട്. സോ രണ്ട് ആക്സിസിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യാസും കറസ്പോണ്ടിങ് ഏരിയ ആൻഡ് ഡിസ്റ്റൻസ് സ്ക്വയർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? സെക്കൻഡ് G2 XX. ഓക്കെ, സോ ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള സെൻട്രോയിഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻ പ്ലസ് ദിസ് ഏരിയ ഓഫ് ദിസ്, ഓക്കെ, ഈ ഒരു പോർഷൻ്റെ ഏരിയ ഇൻറ്റു H2² എന്ന് വെച്ചാൽ ഈ ആക്സിസും നമുക്ക് ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടാണോ കണ്ടുപിടിക്കേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, സോ ആ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? സോ ഫസ്റ്റ് നമ്മൾ H1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, അതായത് ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം, അതായത് ബേസിൽ നിന്ന് സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. ഓക്കെ, ദറ്റ് ഈസ് 3.22. സോ 3.22 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഓക്കെ, ഈ ഒരു പോർഷൻ മൈനസ് ചെയ്യണം, റൈറ്റ്? സോ വാട്ട് ഈസ് ദാറ്റ് പോർഷൻ? ഹാഫ് ഓഫ് 2 സെൻറ്റിമീറ്റർ, ദറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 3.22ൻ്റെ കൂടെ 1 മൈനസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഒരു H1 ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അതേപോലെ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് ഡിസ്റ്റൻസ്. സോ വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? നമുക്ക് ടോട്ടൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അറിയാം, ദറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ അല്ലേ? ദറ്റ് ഈസ് ഇവിടം മുതൽ ഇവിടം വരെ 4 + 2 6. ഇപ്പോൾ ടോട്ടൽ 6 ആണ്. 6ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ 3.22 മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടുമല്ലോ.
ഓക്കെ. സോ 6 മൈനസ് 3.22 ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് h2 ഡിസ്റ്റൻസും കിട്ടി. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് h1 ആൻഡ് h2. ഇനി എന്താ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ the moment of inertia about centroidal x-x axis. ഓക്കെ, ഇവിടെ centroidal x-x axis ആണ് എഴുതണേ. centroidal x-x axis is equal to, okay, ix ആണ്, ix is equal to ig1 xx plus, okay, ig1 xx എങ്ങനെ വരും? അതായത് ഇതൊരു റെക്റ്റാങ്കുലാർ പോർഷൻ ആണ്. സോ റെക്റ്റാങ്കുലാർ പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. ഓക്കെ, സോ ഈ റെക്റ്റാങ്കുലാർ പോർഷന് അതായത് ഈ ഒരു ആക്സിസിന് എക്സ് ആക്സിസിന് അബൌട്ടായിട്ടാണ് എടുക്കേണ്ടത്. സോ ഇതിന് പാരലായിട്ടുള്ളത് ഏതാ? 10 സെൻറ്റിമീറ്റർ, റൈറ്റ്? സോ 1/12 ഇൻറ്റു 10 ഇൻറ്റു, ഓക്കെ, 2 ക്യൂബ്. സോ ഹാഫ് BD ക്യൂബ് ബൈ BD ക്യൂബ് ബൈ 12 ആണ് നമ്മുടെ ഇക്വേഷൻ. സോ BD ക്യൂബ് ബൈ 12ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ് പ്ലസ് ഏരിയ. സോ ഫസ്റ്റ് വണ്ണിൻ്റെ ഏരിയ 20 ആണെന്ന് അറിയാം. ഇൻറ്റു h1. ഓക്കെ, h1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇൻറ്റു h1 സ്ക്വയർ പ്ലസ് IG2xx. ഓക്കെ, IG2xx എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ ഈ ഏരിയയാണ് നോക്കേണ്ടത്. സോ ഈ ഏരിയയ്ക്ക് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ത് വരും? അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് BD ക്യൂബ് ബൈ 12. സോ BD ക്യൂബ് അല്ല, ഇവിടെ വരുമ്പോൾ DB ക്യൂബ് ബൈ 12 എന്ന് വരും. ഓക്കെ, സോ D എന്ന് വെച്ചാൽ എന്ത് വരും? ഓക്കെ, സോറി, ഇതും BD ക്യൂബ് ബൈ, ഓക്കെ, സോ BD ക്യൂബ്, ഈ ഡിസ്റ്റൻസ്, സോറി, ഓക്കെ, ഇതിന് ഈ ഒരു ആക്സസിന് അബൌട്ടായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 2 ഇൻറ്റു, ഓക്കെ, ഇത് 8, 2 ഇൻറ്റു 8 ക്യൂബ് ബൈ 12. ഓക്കെ, സോ 2 ഇൻറ്റു 8 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ 82 ഇൻറ്റു h2 സ്ക്വയർ. h2 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് 2.78. സോ 78 സ്ക്വയർ ചെയ്യാൻ നേരത്ത് നമുക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ, എപ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത്, ഓക്കെ, കാൽക്കുലേറ്ററിൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇത് പാർട്ടാക്കി ചെയ്യുക. അതായത് ഫസ്റ്റ് ഇതിൻ്റെ വാല്യൂ എഴുതുക കാൽക്കുലേറ്ററിൽ, എന്നിട്ട് ഇതിൻ്റെ വാല്യൂ, ഓക്കെ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ, ഈ കംപ്ലീറ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കരുത്. ബിക്കോസ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ, ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കപ്പം ഫസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു വാല്യൂ അവിടെ കിട്ടും. പിന്നെ നെക്സ്റ്റ് ഈ ഒരു വാല്യൂവും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ഒരു സ്റ്റെപ്പിൽ ഈ കംപ്ലീറ്റ് ഇതും കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. കാരണം സ്ക്വയർ ടേംസും ക്യൂബ് ടേംസൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് IXX കിട്ടി. സിമിലർലി തന്നെ നമ്മളിനി എന്താണ് IYY ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ആക്സസിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ആക്സസിന് പാരലായിട്ട് ഏതൊക്കെ ആക്സസ് ഉണ്ട്? IG1 YY ആൻഡ് IG2 YY. ഓക്കെ, സിമിലറായിട്ട് തന്നെ IG1, അതായത് IG1 YY അതിൻ്റെ അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയയും ഈ ഡിസ്റ്റൻസും തമ്മിൽ, ഓക്കെ, ഏരിയ A1 ഇൻറ്റു h1 സ്ക്വയർ. h1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് വരും, റൈറ്റ്? ഇതായിരിക്കും നമ്മളുടെ h1. ആൻഡ് h2 എന്ന് പറയുമ്പോൾ ഈ സെൻട്രോയിഡും ഈ സെക്കൻഡ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതായിരിക്കും h2. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ഇപ്പോൾ ചെയ്ത സെയിം സ്റ്റെപ്പ് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫ്രം G, അപ്പോൾ h1 എത്ര കിട്ടും? ഓക്കെ, h1 ആൻഡ് h2 കാൽക്കുലേറ്റ് ചെയ്യുക. സോ h1 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് h1, റൈറ്റ്? സോ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? ടോട്ടൽ നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അറിയാം. ദാറ്റ് ഇസ്, ഓക്കെ, ഇവിടം വരെ 5 സെൻറ്റിമീറ്റർ. സോ 5 മൈനസ് ഈ ഡിസ്റ്റൻസ്, റൈറ്റ്? അതായത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് h1. സോ h1 കിട്ടും. 5 മൈനസ് 3.67 ചെയ്യാൻ നേരത്ത് 1.33, ദറ്റ് ഈസ് h1. ആൻഡ് അഗെയിൻ h2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഓക്കെ, അതായത് സെൻട്രോയിഡൽ ആക്സിസും സെക്കൻഡ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, രണ്ടും പാരലാണ്. സോ ആ ഡിസ്റ്റൻസ് എത്ര വരും? 3.67 നിന്ന് നമ്മൾ ഈ ഒരു 1 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്യുക. ഓക്കെ, സോ 3.67 മൈനസ് 1, ദറ്റ് ഈസ് 2.67. ക്ലിയർ?
ഓക്കെ, സോ H1 H2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. സോ മൊമെൻ്റ് അബൌട്ട്, ഓക്കെ, സോ മൊമെൻ്റ് അബൌട്ട് ഇവിടെയും സെൻട്രോയിഡൽ y ആക്സിസ്. ഓക്കെ, മൊമെൻ്റ് അബൌട്ട് സെൻട്രോയിഡൽ y ആക്സിസ്. സോ എന്ത് കിട്ടും? പാരലൽ ആക്സിസ് തിയറം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ IY ഈസ് ഈക്വൽ ടു IG1 YY പ്ലസ് A1 H1 സ്ക്വയർ പ്ലസ് IG2 YY പ്ലസ് A2 H2 സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇവിടെ എത്ര ആക്സിസ് ആണ് ഉള്ളത്? 2 ആക്സിസ് ആണുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ സെൻട്രോയിഡൽ ആക്സിസ്. ഇതിന് പാരലലായിട്ട് ഈ ഒരു ആക്സിസും ഈ ഒരു ആക്സിസും ഉണ്ട്. രണ്ടും y ഡയറക്ഷനാണ്. ഓക്കെ, വെർട്ടിക്കൽ ആയതുകൊണ്ടാണ് നമ്മൾ y എന്നിട്ടത്. അഗെയിൻ ഇതിൻ്റെ കറസ്പോണ്ടിങ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് സെക്കൻഡ് ഏരിയ, ഓക്കെ, ഈ ഒരു സെക്കൻഡ് റീജിയൻ്റെ ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, സോ വാല്യൂസ് അപ്ലൈ ചെയ്യുക ആൻഡ് വി വിൽ ഫൈനലി ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ PD, ഓക്കെ, ഇവിടെ എങ്ങനെയാണ് എടുക്കേണ്ടത്? സോ ഫസ്റ്റ് ഈ ഒരു റീജിയൻ്റെ അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ എടുക്കും? ഇവിടെ നമ്മൾ DB³/12 എന്നാണ് ഇടേണ്ടത്. ഓക്കെ, സോ D ഇൻറ്റു, കാരണം ഈ ഒരു y ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് എടുക്കുന്നത്. സോ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള D ആണ്, റൈറ്റ്? സോ DB³/12 ആൻഡ് ഇവിടെ DB³/12. സോ ഇവിടെ D എന്ന് പറഞ്ഞാൽ 8. സോ 8 ഇൻറ്റു 2³/12. ഓക്കെ, അഗെയിൻ പ്ലസ് ആ ഏരിയ ഇൻറ്റു കറസ്പോണ്ടിങ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസസ് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഫൈനലി വി ഗെറ്റ് ദി ആൻസർ. സോ ഇസ് ദിസ് മച്ച് ക്ലിയർ? ഇപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് സെൻട്രോയിഡൽ XX ആക്സിസ് ഉണ്ട്, സെൻട്രോയിഡൽ YY ആക്സിസ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സെൻട്രോയിഡൽ ലൊക്കേറ്റ് ചെയ്യുക. ദെൻ സെൻട്രോയിഡൽ XX ആക്സിസ് ആണെങ്കിൽ ആ XX ആക്സിസിന് പാരലായിട്ടുള്ള, ഓക്കെ, അപ്പോൾ 2 റീജിയൻ ആണെങ്കിൽ 2 ആക്സിസ് കാണും. ഓക്കെ, 3 റീജിയൻ ആണെങ്കിൽ 3 ആക്സിസ് കാണും. സോ ആ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഏരിയ ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയ ഇൻറ്റു സെൻട്രോയിഡൽ ആക്സിസും ആ നമ്മൾ ഒരു കൺസിഡർ ചെയ്ത ആക്സിസും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്യുക. ഓക്കെ, സോ എന്നിട്ട് എത്ര ഏരിയ ഇതുപോലെ എത്ര ആക്സിസ് ഉണ്ടോ എല്ലാത്തിനും സം ചെയ്യുക. സോ ഫൈനലി വി ഗെറ്റ് ദി വാല്യൂ ഫോർ IX ആൻഡ് IY. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? So moving on to the next question. So second question, an I section has the following dimensions. Okay, so നമുക്കൊരു I section ആണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. സോ ടോപ്പ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ച് വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഡെപ്ത് ഓഫ് വെബ്, ഓക്കെ, സോ തിക്നെസ് ഓഫ് വെബ് ആൻഡ് ഫ്ലാഞ്ച്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടില്ല. ഓക്കെ, ഈ ഫിഗർ എന്ന് വെച്ചാൽ നമ്മളത് സ്കെച്ച് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഫിഗർ തരാത്തത് ഡീറ്റെയിൽസ് മാത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഡീറ്റെയിൽ എന്താണ്? ഒരു I സെക്ഷൻ. ഓക്കെ, സോ I സെക്ഷനിൽ ഈ ഡീറ്റെയിൽസിൽ ഈ ഫ്ലാഞ്ച് വെബ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫിഗർ വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? I സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പ് എന്തായിരിക്കും? I ഷേപ്പിലായിരിക്കും. ഓക്കെ, സെക്ഷൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ I ഷേപ്പ് ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഫ്ലാഞ്ച് ആണിത്. ഓക്കെ, അതായത് ഈ ഐയുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ 2 ഫ്ലാഞ്ചസ് ആണുള്ളത്, ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം ഫ്ലാഞ്ചും. ഓക്കെ, ആൻഡ് ഈ മിഡിൽ പോർഷനെയാണ് നമ്മൾ വെബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോപ്പ് ഫ്ലാഞ്ച്, വെബ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ച്. ക്ലിയർ? സോ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ടോപ്പ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ച് വിഡ്ത്ത്. ഓക്കെ, സോ ടോപ്പ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് ആണ് തന്നിരിക്കുന്നത്. സോ വിഡ്ത്തും ഡെപ്ത്തും ഉണ്ട്. ഓക്കെ, വിഡ്ത്ത് ഇസ്, സോ ദിസ് ഇസ് ദി വിഡ്ത്ത് അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വിഡ്ത്ത് ആൻഡ് ദിസ് ഇസ് ദി ഡെപ്ത്ത്, റൈറ്റ്? അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വിഡ്ത്ത് ആൻഡ് ദിസ് ഇസ് ദി ഡെപ്ത്ത്. ഓക്കെ, വിഡ്ത്തിലേക്ക് തിക്നെസ് എന്ന് പറയും. ക്ലിയർ? സോ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 120 mm ആണ്. സോ ദിസ് വിഡ്ത്ത്, ഓക്കെ, ഈ B എന്ന് വെച്ചാൽ എത്രയാണ്? 120 mm. സോ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും സെയിം ആണ്. സോ ടോപ്പും ബോട്ടവും 120. അഗെയിൻ ഡെപ്ത് ഓഫ് വെബ്. ഓക്കെ, അതായത് വെബ് പോർഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനാണ് വെബ്. സോ ഇതിൻ്റെ ഡെപ്താണ് തന്നിരിക്കുന്നത് എത്രയാണ്? 180 mm. ഓക്കെ, സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെയാണ് വെബ്. സോ വെബിൻ്റെ ഡെപ്ത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗിവൺ ആസ് 180 mm. അഗെയിൻ
തിക്നെസ് ഓഫ് വെബ് ആൻഡ് ഫ്ലാഞ്ച്. ഓക്കെ, തിക്നെസ് എന്ന് വെച്ചാൽ ഇതാണ് ഇത്രയും തിക്ക്. ഓക്കെ, സോ ഈ തിക്നെസ് തന്നിരിക്കുന്നത് എത്രയാണ്? 10 mm ആണ്. സോ ഫ്ലാഞ്ചിൻ്റെയും അതുപോലെ തന്നെ വെബിൻ്റെയും തിക്നെസ് 10 mm എന്നാണ് തന്നിരിക്കുന്നത്. ഓൾ റൈറ്റ്, സോ 10 mm. So sketch the section and determine the area moment of inertia about centroidal xx and yy axis. Okay, so നമ്മൾ centroidal axisന് about ആയിട്ടുള്ള moment of inertia ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സോ നമ്മൾ ഫസ്റ്റ് സ്കെച്ച് വരച്ചു. നേരത്തെ പോലെ തന്നെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കിയാൽ അറിയാം, ദി സെക്ഷൻ ഇസ് സിമെട്രിക്, റൈറ്റ്? സോ നമ്മൾ സിമെട്രിക് ആണോ നോക്കുക, കാരണം സിമെട്രിക് ആണെങ്കിൽ നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് ഈസിലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേഷനിലൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ 3 ഏരിയാസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഈ ഒരു റെക്റ്റാങ്കിൾ പോർഷൻ, ഈ ഒരു റെക്റ്റാങ്കിൾ ആൻഡ് ദിസ് തേർഡ് റെക്റ്റാങ്കിൾ. സോ ഇങ്ങനെ 3 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് സെൻട്രോയിഡൽ ആക്സിസ്, ഓക്കെ, സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. സെൻട്രോയിഡ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സിമെട്രിക്കലാണ്. ഓക്കെ, അതായത് നമുക്കിതിനെ ഇങ്ങനെ വെർട്ടിക്കലി കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടും, അതുപോലെ തന്നെ ഹൊറിസോണ്ടലി കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടും. സോ എക്സ് ആക്സിസിനും അതുപോലെ വൈ ആക്സിസിനും ഇതെന്താണ്? സിമെട്രിക്കലാണ്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ഈ സെൻറ്റർ പോർഷനിലായിരിക്കില്ലേ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്? സെൻട്രോയിഡ്, കാരണം ഇത് 2 ആക്സിസിനും സിമെട്രിക്കൽ ആയതുകൊണ്ട് ഈ ഒരു സെൻറ്റർ പോർഷനിലേക്കായിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ്. ഓക്കെ, സോ നമുക്കത് ഈസിലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? ഈ ഒരു പോർഷനിലായിരിക്കും. ഓക്കെ, അതായത് ഈ വെബിൻ്റെ സെൻറ്ററിൽ തന്നെയായിരിക്കും ഇതിൻ്റെയും സെൻട്രോയിഡ്. ക്ലിയർ? കാരണം ഇത് സിമെട്രിക്കലാണ് എബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ്. സോ കറക്റ്റ് സെൻറ്ററിൽ തന്നെയായിരിക്കും ഇറ്റ്സ് സെൻട്രോയിഡ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദി ഏരിയാസ്. സോ ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1, 2, 3 ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഇതിൻ്റെ ഏരിയ A1 എന്ന് പറഞ്ഞാൽ 120 × 10. ഓക്കെ, A2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 180 × 10. സോ എല്ലാം റെക്റ്റാങ്കിൾ ആയിട്ട്. ആൻഡ് A3 എന്ന് പറഞ്ഞാലും ഓക്കെ, സോ ടോപ്പും ബോട്ടം ഫ്ലാഞ്ചും സെയിം ആണ്. സോ ഏരിയയും സെയിം ആയിരിക്കും. ഓക്കെ, 120 × 10. സോ വി ഗെറ്റ് A1, A2, A3 കിട്ടി. ഇനി ലൊക്കേറ്റ് സെൻട്രോയിഡ്. സോ സിൻസ് ദ സെക്ഷൻ ഈ സിമെട്രിക്കൽ ടു എക്സ് ആൻഡ് വൈ ആക്സിസ്, ഓക്കെ, എക്സ് ബാർ എവിടെയായിരിക്കും? അതായത് കറക്റ്റ് സെൻറ്ററിലായിരിക്കും. സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ എക്സ്ട്രീം എൻഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, സോ ഇവിടെ നിന്ന്, അതായത് എങ്ങനെയാണ് നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുക? ഇങ്ങനെയല്ലേ? സോറി, ലൊക്കേറ്റിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ഈ ഒരു ഇതാണ് 0, 0 അല്ലേ? സോ ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? 120/2. ഓക്കെ, ഇറ്റ് ഈസ് 60 mm. സോറി, 60 mm എക്സ് ബാർ. സോ എക്സ് ബാർ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി സെൻട്രോയിഡ് ഫ്രം വൈ ആക്സിസ്. സോ വൈ ആക്സിസിൽ നിന്ന് എത്രയാണ്? 60. ഓക്കെ, അതേപോലെ ഈ ഒരു ഡിസ്റ്റൻസ് അതാണ് വൈ ബാർ. വൈ ബാർ ഇസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി സെൻട്രോയിഡ് ഫ്രം എക്സ് ആക്സിസ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര വരും? ഓക്കെ, വെബിൻ്റെ സെൻറ്ററിലാണെന്ന് നമുക്കറിയാം. സോ വെബും ഇവിടം വരെയുള്ള പോർഷൻ എത്രയാണ്? ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്ത് നോക്കുക. ഇത് 180 ആണ്. 180 പ്ലസ് ഇത് 10 ആൻഡ് ദിസ് പോർഷൻ ഓൾസോ 10. സോ 200 എന്ന് വരും. സോ 200ൻ്റെ നേരെ ഹാഫ് ആയിരിക്കും വൈ ബാർ. ഓക്കെ, സോ ദറ്റ് ഈസ് 100. ക്ലിയർ? സോ 100 ആയിരിക്കും വൈ ബാർ കിട്ടുന്നത്. സോ എക്സ് ബാർ ആൻഡ് വൈ ബാർ കിട്ടി. കാരണം സിമെട്രിക്കൽ ആയതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിലായിരിക്കും. ഓക്കെ, അഗെയിൻ സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ നമുക്കപ്പോൾ ഇനി അപ്പോൾ സെൻട്രോയിഡ് കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് സെൻട്രോയിഡിന് വേണം നിങ്ങൾ A1 x1 + A2 x2 + A3 x3 അങ്ങനെ ഇക്വേഷൻ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, അഗെയിൻ ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആംഗിൾ. ഓക്കെ, ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ഫസ്റ്റ് ഇതിൻ്റെ ആക്സിസ്, ഓക്കെ, ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ വരും, ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ഇത് വരും. ഓക്കെ, വെബിൻ്റെത് ഈ സെയിം, അതായത് ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് വെബും ഓക്കെ ജിയും അതുപോലെ G2ഉം സെയിം അല്ലേ? വെബിൻ്റെ സെൻറ്ററും അതുപോലെ സെൻട്രോയിഡും രണ്ടും
സെയിം ലൈനിലായിരിക്കും ലൈ ചെയ്യുക. ഓക്കെ, G ആൻഡ് G2 will lie on the same line. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫ്രം ജിയിലെ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതായത് ടോട്ടൽ നമുക്കറിയാം. സോ ഈ ഒരു പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ടോട്ടൽ നമുക്കറിയാം ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 100 ആണ്. സോ 100ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സോ ടോട്ടൽ ഇവിടം വരെ 100 ആണ് അല്ലേ? അതായത് ഇവിടം മുതൽ ഇവിടം വരെ 100 mm ആണ്. ഈ 100ൽ നിന്ന് ഈ 10ൻ്റെ ഹാഫ് മൈനസ് ചെയ്താൽ മതി, ദറ്റ് ഈസ് 5. സോ 100ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദിസ് ആസ് 95 mm. ഓക്കെ, സോ 95 mm. അതേപോലെ ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എങ്ങനെ വരും? ഇത് 100 അല്ലേ? നെക്സ്റ്റ് ഹാഫ് 100 ആണ്. 100ൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ then that also we get it as 95. ഓക്കെ, സോ ഇത് രണ്ടും കിട്ടും. എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഡിസ്റ്റൻസ് ഇത് രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് ഉള്ളത്. സോ അവിടെ H2 എന്ത് വരും? 0 വരും. സോ H1 നമുക്ക് 95 എന്ന് കിട്ടും. H2 0 ആണ്, കാരണം രണ്ടും സെയിം ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. G1ഉം Gയും രണ്ട് സെൻട്രോയിഡും ഈ സെയിം ആക്സിസിലാണ്, അതുകൊണ്ട് അവിടെ 0. അഗെയിൻ H3 എന്ന് പറയുമ്പോൾ 95. ക്ലിയർ? സോ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് യൂസിങ് പാരലൽ ആക്സിസ് തിയറം. സോ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ദെയർ ഏരിയാസ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആക്സിസ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ ഇതൊരു റെക്റ്റാങ്കുലർ പോർഷൻ ആയതുകൊണ്ട് BD3/12 എന്ന് നമുക്ക് എഴുതാം. സോ BD3/12. ഓക്കെ, ബി എത്രയാണ്? 120 ആൻഡ് ഡെപ്ത് 10. സോ BD3/12 പ്ലസ് ഫസ്റ്റ് വണ്ണിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു 1200 ഇൻറ്റു 95. ആ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 95. സോ 95 സ്ക്വയർ ചെയ്യുക. ഓക്കെ, സോ 1200 നമുക്ക് ഏരിയ കിട്ടിയായിരുന്നു. ഏരിയ ഇൻറ്റു 95, ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു 95. സോ 95 സ്ക്വയർ ചെയ്യുക, ഈ ഫസ്റ്റ് വാല്യൂ കിട്ടും. അഗെയിൻ സെക്കൻഡ് നമുക്കറിയാം അവിടെ ഈ ഒരു സെയിം ആക്സിസിൽ തന്നെയാണ് G2 ലൈ ചെയ്യുന്നത്. സോ അവിടുത്തെ H0 ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേം വേണ്ട അല്ലേ? ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ IG2XX എന്ന് തന്നെ മതി. സോ IG2XX എന്ന് പറഞ്ഞാൽ എന്ത് വരും? സോ ഈ ഒരു പോർഷൻ എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ ഇതിൻ്റെ BD3/12 ചെയ്യുക. ബി എത്രയാണ്? 10, D 180. സോ 10 × 180³/12. അഗെയിൻ മൂന്നാമത്തെ ഏരിയ ഇതാണ്. സോ ഏരിയ ഇതെങ്ങനെ ചെയ്യും? ഇതിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ BD3/12, B 120, D 10. സോ 120 × 10³/12 പ്ലസ് ഈ ഒരു ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സെൻട്രോയിഡൽ ഈ ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 95 എന്ന് കിട്ടിയായിരുന്നു. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് സ്ക്വയർ എടുക്കുക. ഈ മൂന്നിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഈ മൂന്ന് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യാസും ആഡ് ചെയ്യാൻ നേരത്ത് വി ഫൈനലി ഗെറ്റ് ദി ആൻസർ ലൈക്ക് ദിസ്. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് IXX ആക്സിസിന് എബൌട്ടായിട്ടാണ്. ഓക്കെ, ദറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ XX ആക്സിസ്. സെൻട്രോയിഡൽ XX ആക്സിസ് ആണിത്. ഇനി സെൻട്രോയിഡൽ YY ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ YY ആക്സിസിന് എബൌട്ടായിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. സോ സെൻട്രോയിഡൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ YY ആക്സിസ്. സോ ഇതിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അതായത് ഈ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് 3 ഏരിയയുടെയും കറസ്പോണ്ടിങ് അതിൻ്റെ സെൻട്രോയിഡ് ലൈ ചെയ്യുന്നത് സെയിം ലൈനിലാണ്. അതായത് ഇവിടെ സെൻട്രോയിഡ് G1 ഇവിടെ ആയിരിക്കും. G2 ആൻഡ് G ഇത് രണ്ടും ഇവിടെ ആയിരിക്കും ലൈ ചെയ്യുന്നത്, ആൻഡ് G3 ഇവിടെ ആയിരിക്കും. സോ ഓൾ G1, G2, G3 ആൻഡ് G ലൈ ഓൺ ദി സെയിം ആക്സിസ്. സെയിം ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. സോ സെയിം ആക്സിസ്, ഒരൊറ്റ ആക്സിസിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ കാരണം അവിടെ ഇപ്പോൾ H എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാരലായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇല്ല, എല്ലാം സെയിം ആക്സിസിൽ തന്നെയാണ് ലൈ ചെയ്യുന്നത്. സോ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യേണ്ട, പകരം എന്ത് ചെയ്താൽ മതി? എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ
ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സം എടുത്താൽ മതി. സോ ദാറ്റ് ഈസ് ഐ വൈ എന്ന് വെച്ചാൽ IG1 YY പ്ലസ് IG2 YY പ്ലസ് IG3 YY. അതായത് ഈ ഓരോ ഏരിയയുടെയും ഓക്കെ എബൌട്ട് ദിസ് ആക്സിസ് ഇതിൻ്റെ സം എടുക്കുക. സോ ഫസ്റ്റ് ഈ Y ആക്സിസ് ഓക്കെ ഇതിന് എബൌട്ട് ആയിട്ടുള്ള ഫസ്റ്റ് ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കിട്ടും? dB³/12. സോ ഡി എന്ന് വെച്ചാൽ 10 ഇൻറ്റു 120 ക്യൂബ് ബൈ 12. ഓക്കെ, സെക്കൻഡ് ഏരിയയുടെയും അതുപോലെ തന്നെ dB³/12. ഡി എന്ന് വെച്ചാൽ 180 ഇൻറ്റു B³ ഓക്കെ 10 ക്യൂബ് ബൈ 12 ആൻഡ് അഗെയിൻ ഫൈനലി ദിസ് പാർട്ട്. സോ ഇതെങ്ങനെ വരും? 120 ഓക്കെ 10 ഇൻറ്റു 120 ക്യൂബ് ബൈ 12. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, യു ഗെറ്റ് ദി ആൻസർ ലൈക്ക് ദിസ്. ക്ലിയർ അല്ലേ? സോ ഇത് സിമെട്രിക്കൽ ആണ്, അല്ലെങ്കിൽ സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് ഓക്കെ ഇതെല്ലാം ഇങ്ങനെ പാസ് ചെയ്യുന്നത്. സോ G1 G2 G ആൻഡ് G3 ഓൾ ലൈ ഓൺ ദി സെയിം ആക്സിസ്. അതുകൊണ്ട് നമ്മൾ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യേണ്ട. പക്ഷേ നമ്മൾ സെൻട്രോയിഡൽ അതായത് YY ആക്സിസിന് അബൌട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മൂന്ന് ലൊക്കേഷനിലായിരുന്നു. അതായത് ഓക്കെ XX ആക്സിസ് ഒന്ന് ഇവിടെ, ഒരെണ്ണം ഇവിടെ ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത്. ഇതിപ്പോൾ സെൻട്രോയിഡൽ ആക്സസും അതുപോലെ തന്നെ ഇതിൻ്റെ റെസ്പെക്റ്റീവ് Y ആക്സസുകളും ഓക്കെ അതെല്ലാം ലൈ ചെയ്യുന്നത് സെയിം ഒരു ഒറ്റ ലൈനിൽ സിംഗിൾ ലൈനിൽ തന്നെയാണ്. ക്ലിയർ? സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ ഈ രണ്ട് പ്രോബ്ലം? സോ ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈ തേർഡ് പ്രോബ്ലം ആൻഡ് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെയും കാൽക്കുലേറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഏരിയ ഷോൺ. സോ ഒരു T സെക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ T സെക്ഷൻ്റെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്ലാഞ്ചും വെബും. സോ ഇതിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അഗെയിൻ വാട്ട് യു ഹാവ് ടു ഡു? സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ സിമെട്രിക്കൽ Y ആക്സസിന് മാത്രമേ സിമെട്രിക്കൽ ആയിട്ടുള്ളൂ. ഓക്കെ, X ആക്സസിൽ കൂടെ നമുക്കിതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ X ആക്സസിന് സിമെട്രിക്കൽ അല്ല. ഓക്കെ, Y ആക്സസിൽ കൂടെ മാത്രമേ സിമെട്രിക്കൽ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. X ബാറും Y ബാറും ഇക്വേഷനിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് see whether you are getting this answer. Okay, ആൻഡ് സിമിലർലി കാൽക്കുലേറ്റ് ഒരു C സെക്ഷൻ ഉണ്ട്, ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ്. സോ ഇത് X ബാറിന് സിമെട്രിക്കൽ ആണ്, പക്ഷേ Y ബാറിന് സിമെട്രിക്കൽ അല്ല. X ആക്സിസിന് സിമെട്രിക്കൽ ആണ്, പക്ഷേ Y ആക്സിസിന് സിമെട്രിക്കൽ അല്ല. സോ നമ്മൾ സെൻട്രോയിഡൽ ഇവിടെയും സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഫൈനലി സീ വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ.